Search! Come on, fast! CD ഒക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോളാം പ്ലീസ് സാർ. സാർ എത്രയും പെട്ടെന്ന് എത്തില്ലേ അത് പ്രശ്നമാവും. ഓ എടാ പെട്ടെന്ന് നടക്കണം. വന്ന് ഇറങ്ങിയിരിക്കുന്ന പണ്ടാൾക്കാരിൽ എത്തയ്യാ വലിച്ചു വാരി ഇടന്നേ. എടുത്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. ഏത് മറ്റാന്റെ കെട്ടിലമ്മയിട്ട് കാണിക്കാനാണ് നീക്ക് ഇതും താങ്ങി പിടിച്ച് ഓട്ട മത്സരം നടത്തുന്നത്? അവരെ വിട്ടേക്ക് സാറേ, അവരൊക്കെ എന്റെ വർക്കേഴ്സാ. നമ്മളാരാണോ? ഈ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിന്നെ സാറ് കേട്ടിട്ടുണ്ടാവും ബ്ലൂ മൂൺ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്. അതിന്റെ ഒരു ചെറിയ മുതലാളിയാ. ഇങ്ങനെ മാറി നിൽക്കടാ. ഈ ബിസിനസ് ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങ് ദുബായിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് വളരെ വിപുലമായിട്ട് നടത്തുന്ന ഒരു കച്ചവടമാ. പിന്നെ ഇപ്പൊ കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളുടെ CD റൈറ്റ്സ് ഞാനാ തീരുമാനിക്കുന്നത്. സാറിന് ഇപ്പൊ എന്നാ വേണ്ടത്? ഒരു മിനിറ്റ്. എന്ത് തരും? എന്ത് തരുമെന്ന് സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാനത് അവിടെ കൊണ്ട് തരത്തില്ലേ? അല്ല, അത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് തന്നാ മതി. ഇപ്പൊ എനിക്ക് തരാൻ പറ്റുന്നത് ഞാൻ ഇവിടെ വെച്ചങ്ങ് തരാം. ബ്ലൂ മൂൺ കമ്പനിയുടെ ഇന്റർനാഷണൽ വലുപ്പം പറഞ്ഞ് നീയൊക്കെ ഇവിടെ മാർക്കറ്റിൽ അടിച്ചിറക്കുന്ന ഈ സീഡികളുടെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് ബ്ലൂ, ഏതൊക്കെയാണ് വ്യാജനം എന്നങ്ങ് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിച്ചിട്ടാവാം നമ്മൾ തമ്മിലുള്ള ബാക്കി ഇടപാട്. തൊണ്ടിയടക്കം എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറോ. ഓ ഇങ്ങ് എത്തിയ ആന്റി പൈറസിയിലെ തമ്പുരാക്കന്മാര് ഒരുമാതിരി പോക്കർത്തരം കാണിച്ചോണ്ടല്ലോ. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടുവിടെ. അല്ലാതെ ചുമ്മാ ഷേവ് ചെയ്യാനല്ല ആന്റി പൈറസി സ്ക്വാഡ് എന്ന് പറഞ്ഞ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതിനല്ല സർക്കാർ സാറിനെ പോലുള്ളവർക്ക് ശമ്പളം തരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് 3-4 തവണ പല നമ്പറുകളിൽ നിന്നും ഞാൻ ഈ കാര്യം സാറിന്റെ സ്ക്വാഡിനെ ഇൻഫോം ചെയ്ത്. അപ്പോഴൊന്നും എഴുന്നള്ളി കാണാതെ വന്നപ്പോ പിന്നെ ഈ പണി സ്വയം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ സാർമാർക്ക് സൗകര്യമായല്ലോ. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സാറും സാറിന്റെ സ്ക്വാഡും അങ്ങ് ഏറ്റെടുത്തോ. നിന്നെ പോലെ ഒരു പീർ SIയുടെ ചീപ്പ് പെർഫോമൻസിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ഉണ്ടാക്കാൻ. നക്ഷത്രത്തിന്റെ എണ്ണം നോക്കിയാല് ഡിപ്പാർട്ട്മെന്റിൽ ഞാനിരിക്കുന്ന കസേര നിന്നേക്കാൾ ഒരുപാട് മേലെയാണ്. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് മുകളിലുള്ള കസേരയിൽ ഇരിക്കുന്ന ആന്റി പൈറസിയിലെ സാറന്മാര് അവരുടെ വീട്ടിലുള്ള ആന്റിമാരെ വെച്ച് ഇതേ പൈറസി കച്ചവടം പയറ് പോലെ നടത്തുന്ന കാര്യം നമ്മുടെ നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയാം സാർ. അവരവരുടെ ജോലി ചെയ്യട്ടെ, അവര് മീഡിയ പ്രവർത്തകരല്ലേ. മൈൻഡ് യുവർ വേർഡ്സ്. എന്തിന് പേടിക്കണം സാർ? അങ്ങ് പ്രൊഡ്യൂസർ മുതൽ ഇങ്ങ് പോസ്റ്റർ ഒട്ടിക്കുന്നവരെ സിനിമയെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോ അത് 1 ലക്ഷത്തിലേറെ വരും ഈ കൊച്ചു കേരളത്തിൽ. വർഷാവർഷം ഭരിക്കുന്ന സർക്കാരിന് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന നികുതി കോടികളാണ്. ഓരോ സിനിമയുടെ പുറകിലും രാവും പകലും ഇല്ലാതെ കണ്ണീരും വിയർപ്പും ഒഴുക്കുന്ന കലാകാരന്റെ അധ്വാനം 2.5 മണിക്കൂർ തിയേറ്ററുകളിൽ നിറഞ്ഞൊഴുകുമ്പോ അതിന്റെ 2ാം ദിവസം ഒറ്റ മിനിറ്റ് കൊണ്ട് 300 മുതൽ 3000 വരെ കള്ള സീഡികൾ അടിച്ചിറക്കി ഈ വ്യവസായത്തെ നശിപ്പിക്കുന്ന ഇവനെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ നിയമത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഈ യൂണിഫോമിന്റെ ആവശ്യമൊന്നുമില്ല. ഈ നാട്ടിലെ ഏതൊരു സാധാരണ പൗരന്റെയും അവകാശവും അധികാരവുമാണത്. പിന്നെ പറയണം സാർ, ഞാൻ എന്തിനു പേടിക്കണം, ആരെ പേടിക്കണം? തന്നോട് ഓഫിയ പറഞ്ഞില്ലേ? അവരവരുടെ ജോലി കേട്ടോ സാർ. മാത്രമല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാനും അറിയാനും താല്പര്യമുള്ള ഒരു മുഖ്യനാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവരെ സാർ അറസ്റ്റ് ചെയ്യുന്നോ അതോ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം? എക്സ്ക്യൂസ് മീ സർ, ഒരു മിനിറ്റ്. സാർ നേരത്തെ പറഞ്ഞ പോലെ സാർ ഇരിക്കുന്ന ആ കസേര ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് ഈ പീർ SIയുടെ വക ഒരു സല്യൂട്ട് ഇരിക്കട്ടെ.
അറിഞ്ഞൂടെ നീ കെട്ടാൻ പോണ ഒരു സുന്ദരനായിരുന്നു. ഇത് കൊള്ളാലോ, നല്ല ഗ്രാമീണ സൗന്ദര്യം. എന്തായി കാണിക്കുന്നേ? എവിടുന്ന് അടിച്ചു മാറ്റി അളിയാ ഈ പളിക്കിലെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് കൊള്ളാം. ഇംഗ്ലീഷ് പറയാൻ അളിയനാര് സുരേഷ് ഗോപിയോ? ഉയ്യണ്ണിന്റെ കഴുത്തില് താലിമാല ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് എന്റർടൈൻമെന്റ് തന്നെയാണ് അളിയാ. അതെന്ത് പോക്കാണ് എന്റെ ഗ്രാമീണ സൗന്ദര്യമേ. നമുക്കൊരു യുഗ്മഗാനമൊക്കെ പാടിയിട്ട് പോവാന്നേ. തന്തന്മാരുടെ കയ്യിൽ കാശുണ്ടെന്ന് കരുതി മദ്യപിച്ച് പൊതുസ്ഥലത്ത് വെച്ച് തമ്മാടത്തരം കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അഡ്വക്കേറ്റാ, ഒരു എണ്ണത്തിനെയും പറഞ്ഞു വിടില്ല. അഡ്വക്കേറ്റും കൂടിയാണല്ലേ, അപ്പൊ കേസ് എടുക്കാൻ സൗകര്യമായി. അടിയോ ഹരികൃഷ്ണ സിനിമയില് മമ്മൂട്ടി മോഹൻലാലൊക്കെ അഡ്വക്കേറ്റ്, അത് വെച്ച് നോക്കുമ്പോ ഒരു കൃഷ്ണന്റെ കുറവുണ്ട്. എന്നാ പിന്നെ കൃഷ്ണൻ വരട്ടെ, അതുവരെ നമുക്ക് ജോളിയാക്കാന്നേ. ഉണ്ണിക്കാരനെ വിട്ടോടാ. നീ എന്തിനാണ് കരയുന്നേ? അവനെ അകത്താക്കാനുള്ള സകല വാക്കുകളും എനിക്കറിയാം. അതിനാ വണ്ടികളുടെ നമ്പർ മാത്രം കിട്ടിയാൽ മതി എനിക്ക്. അവന്റെ ഒരു ഒടുക്കത്തെ വകുപ്പ് നമ്പറും. നീ എന്തിനാ എന്നെ തല്ലിയത്? മിണ്ടി പോകരുത്. താലി കെട്ടാൻ പോകുന്ന പെണ്ണിനെ കൊണ്ട് കാറ്റോളാൻ ഇറങ്ങുമ്പോ അവളെ നോക്കാനുള്ള ത്രാണിയും കൂടെ വേണം അവന്. അതല്ലേ പിന്നെ ഏർപ്പാടിന് ഇറങ്ങരുത്. മനസ്സിലാടാ? ഒന്ന് വണ്ടി കയറി. അല്ല ഉണ്ണി, എന്നെ അയച്ചോട്. ഉണ്ണി, അവൻ എന്റെ മോനെ തല്ല മാത്രം വളർന്നവനാണെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇങ്ങോട്ട് അറിയുവാ മനുഷ്യ. അല്ല ഭാനുതി, നമുക്ക് നേരം പുലർന്നിട്ട് നിങ്ങളോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. എടാ ഹരികൃഷ്ണ, ഇങ്ങോട്ട് ഇറങ്ങടാ. എടാ ഹരികൃഷ്ണ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാ ഭാനുവെ ചൂട്ട്? ഇത് കണ്ടില്ലേ, ഒന്നാം തരം ഫോറിൻ ടോർച്ച്. ഇത് പോരെ? ഇമാതിരി കാര്യങ്ങൾക്ക് തീർപ്പളിപ്പിക്കാനേ ബാലുവിന് ചൂട്ട് തന്നെ മിന്നണം. അല്ലമ്മേ, നമുക്ക് നമ്മുടെ കാറിൽ പോവാം. അവന്റെ ഒരു കാറ് എന്നാടാ നിനക്ക് ഈ കാറൊക്കെ ഉണ്ടായത്? 3-ാം വയസ്സിൽ നിനക്ക് വയറിളക്കം പിടിച്ചപ്പോ തൂറി തളർന്ന് നിന്നെ കൊണ്ട് വൈദ്യനെ കാണിക്കാൻ ഒറ്റയ്ക്ക് പുഞ്ചപ്പാടം നീന്ത് കടന്നവളെ ഈ ഭാനുമതി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ രാവിലെ തന്നെ അവിടെ ചെന്ന് ഹരിയെ കണ്ട് മാപ്പ് ചോദിച്ചിട്ട് മതി നിന്റെ പോലീസ് ഉദ്യോഗം. എന്തിനാണച്ചാ നാളെ രാവിലത്തേക്ക് വെക്കുന്നത്? ഇത്രയും കാലത്തെ എന്റെ ജീവിതാനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സാക്ഷാൽ ഭാനുമതി അമ്മ ഇപ്പൊ ചൂട്ടെടുത്ത് കാണും. ഉണ്ണിക്ക് അങ്ങനെ പറ്റിപ്പോയി. ആ നേരത്തെ ഉണ്ണി അവിടെ എത്തിയില്ലെങ്കിൽ എന്താവും സ്ഥിതി? എന്റെ ഈശ്വര, എനിക്കത് ഓർക്കാനും കൂടി വയ്യ. എന്റെ അഭിപ്രായത്തില് കൊച്ചച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ആക്ച്വലി അവിടെ നടന്നത് ഒരു റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നില്ലേ? റേഷൻ കാർഡ് സംസാരിച്ചു തുടങ്ങിയോ? എടി വാ പൊളിച്ച് നിൽക്കാതെ ഇവിടെ വായ അടയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും വിളമ്പിക്കൊടറി, അല്ലെങ്കിൽ ഈ സീനി ഇവള് കുളവാക്കും. എടാ ഉണ്ണികൃഷ്ണ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആ കറക്റ്റ് ടൈമിങ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? അതാണ് അമ്മായി. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലായിരിക്കും. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോണത്? നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞത്. എടാ ഉണ്ണി, അമ്മായിയുടെ സ്വഭാവം അറിയാലോ. മറുത്തൊന്നും പറഞ്ഞേക്കരുത്. നാളെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള കുട്ടിയാ ഇവള്. ഒരെണ്ണത്തിന് മിണ്ടാട്ട് കേൾക്കില്ലല്ലോ. എല്ലാം കൂടി അങ്ങോട്ട് നാട് വിട്ടുപോയോ? ഉറങ്ങിക്കാണും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നാളെ ആവട്ടെ. ഒരക്ഷരം മിണ്ടി പോകരുത്. സേതുലക്ഷ്മി, ആ കുടുത്തം കേട്ടവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. എല്ലാരും ഉണ്ടല്ലോ, എന്താ വന്ന കാലം നിന്ന് കളഞ്ഞത്? നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ നാവ് വായിലിട്ടതേ ഉള്ളൂ. ഓഹോ, അപ്പൊ എല്ലാരും കൂടി ചേർന്ന് എന്റെ മോനെ തല്ലി എന്റെ വീമ്പ് പറഞ്ഞിരിക്കായിരുന്നു അല്ലേ? നീ എന്താ ബാനു ഈ പറയണേ? ഇവനോട് കാണിച്ച പോക്കിരിത്തരത്തിന് അവന് ഞാൻ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഭാനു കൊടുത്തു കാണുമെന്ന്. ഇനി പോവല്ലേ? അപ്പൊ ശരി, അങ്ങനെ കൊടുത്താലൊന്നും പറ്റില്ല. ഇങ്ങോട്ട് ഇറക്കി വിടാ കുട്ടിക്കൊമ്പനെ. അവൻ എന്താ കൊടുക്കണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ ഇൻസ്പെക്ടർ പോലീസ്, ഒന്നങ്ങോട്ട് മാറിനേ. കണ്ട കള്ളന്മാരെയും പോക്കറ്റടിക്കാരെയും തല്ലി തഴമ്പ് വന്ന് നിന്റെ ഈ കൈകൊണ്ട് വാഴപ്പിണ്ടി പോലുള്ള എന്റെ മകന്റെ മുഖത്തടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അമ്മേ, എടാ നിന്നോടാ ചോദിച്ചത്. പോലീസിന്റെ കുപ്പായ ഇട്ടപ്പോ ഇവനൊന്നും നിനക്ക് കാണല്ലാണ്ടായോ? എന്താണോ ഇവനൊരു കുറവ്? ഇത്തിരി പൊക്ക കുറവുണ്ടെന്നല്ലാതെ. അമ്മേ, എന്ത് തെറ്റാടാ എന്റെ മോൻ ചെയ്തത്? വരുന്ന മാസം 26-ാം തീയതി ഇവനെ നിശ്ചയിച്ചുറപ്പിച്ച ഇവളെയും കൊണ്ട് ഒന്ന് കടപ്പുറത്ത് പോയിരുന്നതോ? എന്തിനും പോന്ന 5-6 താന്തോന്നികളും മൂക്കറ്റം കള്ളും കുടിച്ച് വന്ന് തെമ്മാടിത്തരം കാണിച്ചാ മരപ്പറ്റോളം പോന്ന എന്റെ കുട്ടി എന്ത് ചെയ്യാനാ? എന്താടാ മനുഷ്യന് മാനം കെടുത്തിയത്? നീ വിടടാ. ഇവനെ ഇങ്ങനെയൊന്നും മാനം കെടുത്തിയാ പോരാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ ഭാനുമതി അടവോളൂ. രാമകൃഷ്ണ, നീ എന്താണ് രാമകൃഷ്ണൻ ഇങ്ങനെ കള്ളന്മാരെ പോലെ ഒളിഞ്ഞു നോക്കണേ? ഇങ്ങോട്ട് വാടാ, പറയടാ ഇതിനൊരു തീരുമാനം. ഇങ്ങോട്ട് വന്നേ, പറയടാ.
തീരുമാനം എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്, അതിനകത്ത് വേറെ വർത്താനമില്ല അല്ലേ അച്ഛാ? അത്ര തന്നെ. എന്താ പൗരയ? അത്ര തന്നെ. അപ്പൊ തീരുമാനം ഞാൻ തന്നെ പറയണം. എന്നാ കേട്ടോ, ഒന്നുകിൽ തല്ലി അതിന് തിരിച്ചു തല്ലണം. രാമകൃഷ്ണ അത്രയ്ക്ക് അങ്ങോട്ട്. അതല്ലെങ്കിൽ മാപ്പ് പറയണം. ഇതിലേതാ വേണ്ടെന്ന് വെച്ചാൽ അമ്മായി തീരുമാനിക്കും. എന്തായാലും ആദ്യം പറഞ്ഞത് വേണ്ട. എന്നാ പിന്നെ മാപ്പ് പറഞ്ഞോട്ടെ. മാപ്പ് പറയടാ. അങ്ങനെ വെറുതെ മാപ്പ് പറഞ്ഞാലൊന്നും പോരാ, കാലെ പിടിച്ച് മാപ്പ് പറയണം. രാമകൃഷ്ണ എടാ ഹരി, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അറിയാതെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മനഃപൂർവ്വം നിന്നെ? സോറിയടാ. ഞാൻ വേണം നിന്റെ കാലേ വീണ് മാപ്പ്. എന്താണ് ഇത്? ഇത്തിരി പോന്ന പ്രായം തൊട്ട് തുടങ്ങിയതല്ലേ നമ്മൾ തമ്മിലുള്ള സ്നേഹവും വഴക്കും. അന്നും ഇന്നും എനിക്കൊരു നോവായിട്ട് തോന്നിയിട്ടില്ല. അതെന്തായാലും ഇതിനെ സാവിത്രി എന്റെ കയ്യിലേക്ക് തന്നങ്ങോട്ട് പോകുമ്പോ ഇവറ്റകൾക്ക് രണ്ടിന് 3-3.5 വയസ്സാ. ഈ 2 കയ്യിലും കൊണ്ട് നടന്ന് വളർത്തിയതാ ഞാൻ ഇതുങ്ങളെ. നിങ്ങൾ തമ്മിൽ തല്ലുകൂടിയ അത് ചോദിക്കാൻ അമ്മായി ഉണ്ട് ഇവിടെ. അതിനുള്ള അവകാശമുണ്ട്. ഈ അമ്മായിയുടെ വർത്താനം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് സാരമില്ല. തള്ളക്കൊഴി ചവിട്ടിയ കുഞ്ഞുങ്ങൾക്ക് നോവില്ലാലോ. പോട്ടെ മോളെ. നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ നോക്കി നിൽക്കണേ? ആ ടോർച്ച് എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ.